എല്ലാ വീടുകളിലും തന്നെ വരാറുള്ള ഒരു ജീവിയാണ് ചിത്രശലഭം. എന്നാൽ ശകുനശാസ്ത്രമനുസരിച്ച് ചിത്രശലഭങ്ങൾ നമ്മുടെ ഭവനങ്ങളിലേക്ക് വരുന്നത് പല കാര്യങ്ങളും അർത്ഥമാക്കുന്നുണ്ട്. ചിത്രശലഭങ്ങളുടെ നിറത്തിനനുസരിച്ചും അവ വരുന്ന സമയത്തിനനുസരിച്ചും അവയെ കാണുന്ന ദിക്കിനനുസരിച്ചുമൊക്കെ വ്യത്യസ്തമായ ഫലങ്ങളെയാണ് ഇവ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനെ പ്രകൃതിയുടെ ഒരു മായാജാലം എന്നുകൂടി പറയേണ്ടി വരും. കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന, അതായത് ജീവിതാനുഭവങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്, മനുഷ്യരെക്കാൾ പെട്ടെന്ന് ജീവജാലങ്ങൾക്ക് പ്രകൃതിയിൽ ഉണ്ടാവുവാൻ പോകുന്ന മാറ്റങ്ങളും മനുഷ്യരുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കുവാൻ കഴിയും എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരുന്ന ചിത്രശലഭങ്ങളുടെ നിറത്തിനനുസരിച്ചും അവ വരുന്ന ദിശയ്ക്കനുസരിച്ചുമൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട വസ്തുതകളെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതിൽ ആദ്യമായി പറയുവാൻ പോകുന്നത് ചിത്രശലഭങ്ങളുടെ നിറങ്ങൾ തരുന്ന സൂചനകളെ പറ്റിയാണ്. ഇതിൽ ഏറ്റവും ഒരു ഭവനത്തിനെ സംബന്ധിച്ചിടത്തോളം ശുഭസൂചന നൽകുന്ന ചിത്രശലഭങ്ങളാണ് വെള്ള നിറമുള്ള ചിത്രശലഭങ്ങൾ. കൂടുതലായും മനസ്സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന വീടുകളിൽ മാത്രമേ വെള്ള നിറത്തിലുള്ള ചിത്രശലഭങ്ങൾ കടന്നു വരികയുള്ളൂ. മാത്രമല്ല, ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും ലക്ഷ്മി ദേവി വസിക്കുന്നതുമായ ഭവനമായിരിക്കും നിങ്ങളുടേത് എന്നുള്ളതാണ് ഇത് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ വെള്ള നിറമുള്ള ചിത്രശലഭങ്ങളെ ഏത് സമയത്ത് കണ്ടാലും അത് അതീവ ശുഭകരമായിട്ടുള്ള സൂചനയാണ്. നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് സമ്പത്തും അഭിവൃദ്ധിയും സർവ ഐശ്വര്യങ്ങളും ഉടനെ തന്നെ വന്നു ചേരുമെന്നുള്ളതാണ് വെള്ള ചിത്രശലഭങ്ങൾ നൽകുന്ന സൂചന. ഇപ്രകാരം വെള്ള ചിത്രശലഭങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉടനെ തന്നെ ദർശനം നടത്തി ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഉടനെ തന്നെ ശുഭകരമായ ഒരു ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഇനി രണ്ടാമതായി, നിങ്ങളുടെ വീടുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർത്തും അശുഭകരമായിട്ടുള്ള സൂചനകൾ നൽകുന്ന ശലഭങ്ങളാണ് നിശാശലഭങ്ങൾ. പ്രത്യേകിച്ച് എടുത്തു പറയുവാനാണെങ്കിൽ, നിങ്ങൾ സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുന്ന സമയങ്ങളിലൊക്കെ ഇവ വീടുകളിൽ വരുന്നതും അതുപോലെ തന്നെ നിങ്ങൾ തെളിയിക്കുന്ന വിളക്കിന് ചുറ്റും പറക്കുന്നതും ആ തീയിൽ വന്ന് എരിയുന്നതുമൊക്കെ ഏറ്റവും ദോഷകരമായ സൂചനകളാണ്. ഈ നിശാശലഭങ്ങൾക്ക് കാലൻ്റെ ശലഭം എന്നൊരു പേര് കൂടി ഉള്ളതും ഇതിനാൽ തന്നെയാണ്. കാരണം ഈ ശലഭങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഭവനത്തിന് വലിയ രീതിയിലുള്ള ഒരു ദുഃഖം പിടിപെടുവാൻ പോകുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഇതിന് ഒരു പരിഹാരമായി നിങ്ങൾ ചെയ്യേണ്ടത്, ഈ നിശാശലഭങ്ങൾ ഭവനങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ മഞ്ഞൾ വെള്ളം വീടിന് ചുറ്റും തളിച്ച് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമതായിട്ട് വരുന്നത് കറുത്ത നിറമുള്ള ചിത്രശലഭങ്ങളാണ്. ഈ കറുത്ത നിറങ്ങളുള്ള ചിത്രശലഭങ്ങൾ ഭവനങ്ങളിലേക്ക് വരുന്നത് ചില തരത്തിലുള്ള ശത്രുദോഷങ്ങളെയും കാര്യതടസ്സങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്നു. ഇനി സാധാരണ ഒരു സമയത്തല്ലാതെ കറുത്ത വാവ് ദിവസത്തിൽ സന്ധ്യാസമയത്ത് കറുത്ത ചിത്രശലഭങ്ങൾ വരുന്നത് പിതൃപ്രീതിയില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത്. പിതൃപ്രീതിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഭവനത്തിൽ എന്തൊക്കെ ഉയർച്ചകളാണോ വരേണ്ടത് അതെല്ലാം തടസ്സപ്പെടുമെന്നുള്ളതാണ് ഒരു പ്രധാന വസ്തുത. ഈ പറഞ്ഞതുപോലെ കറുത്ത വാവ് ദിനത്തിൽ സന്ധ്യാസമയത്ത്
കറുത്ത ചിത്രശലഭത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ മീനൂട്ട് വഴിപാട് നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുവാൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഉണ്ടാകുവാൻ പോകുന്ന ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ഒരു അറുതി ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ വീടിൻ്റെ ഓരോ ഭാഗങ്ങളിലും ചിത്രശലഭങ്ങളെ കാണുന്ന ദിക്കിനനുസരിച്ച് ഉണ്ടാകുവാൻ പോകുന്ന ഫലങ്ങളെപ്പറ്റി പറയാം. ചിത്രശലഭങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും ശുഭകരമായിട്ടുള്ള സൂചന നൽകുന്ന ദിക്ക് വടക്ക് ദിക്കാണ്. കറുപ്പ് ചിത്രശലഭവും നിശാശലഭവും ഒഴികെ ഏത് നിറങ്ങളിലുള്ള ചിത്രശലഭത്തെ വടക്ക് ദിക്കിൽ കണ്ടാലും ഏറ്റവും ശുഭസൂചനയാണ് അവ നൽകുന്നത്. നിങ്ങളുടെ ഭവനത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ നീങ്ങി ഒരു ഉന്നമനം നിങ്ങളുടെ ഭവനത്തിന് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവ വിളിച്ചു പറയുന്ന സത്യം. ഇനി അതല്ല, നിങ്ങളുടെ വീടിൻ്റെ പടിഞ്ഞാറ് ദിശയിലാണ് നിങ്ങൾ ചിത്രശലഭങ്ങളെ കാണുന്നതെങ്കിൽ അത് അത്ര നല്ല സൂചനയല്ല. സാമ്പത്തികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളുടെ ഭവനത്തിനെ ബാധിക്കുവാൻ പോകുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും, അല്ല എന്നുണ്ടെങ്കിൽ ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു കാര്യതടസ്സം വന്ന് നേരിടുവാൻ പോകുന്നു എന്നും ഇത് സൂചിപ്പിക്കുന്നു. അതിനാൽ തന്നെ വീടിൻ്റെ പടിഞ്ഞാറ് ദിശയിൽ ചിത്രശലഭത്തെ കാണുന്നത് അശുഭകരമായ സൂചനയാണെന്നുള്ളത് മനസ്സിലാക്കുക. മൂന്നാമതായി, നിങ്ങളുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് കറുത്ത ചിത്രശലഭങ്ങളെയോ നിശാശലഭങ്ങളെയോ കാണുന്നത് ശത്രുദോഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് ചെറിയ തരത്തിലുള്ള ശത്രുദോഷമൊന്നും ആയിരിക്കില്ല. നിങ്ങൾ എത്രയൊക്കെ ഉയർച്ചയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചാലും അതിനു വേണ്ടി ശ്രമിച്ചാലും വഴുക്കലുള്ള മരത്തിൻ്റെ മുകളിലേക്ക് കയറുവാൻ ശ്രമിക്കുന്ന അവസ്ഥയായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ ഉയരങ്ങളിലേക്ക് കയറുവാൻ ശ്രമിക്കും തോറും കാൽ വഴുതി താഴേക്ക് വീണുകൊണ്ടേയിരിക്കും. എല്ലാ ശ്രമങ്ങളും പാഴാകുന്ന ഒരവസ്ഥ. നാലാമതായിട്ട്, നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്താണ് ചിത്രശലഭങ്ങളെ കാണുന്നതെങ്കിൽ അത് ഏറ്റവും ഉത്തമമായിട്ടാണ് കണക്കാക്കേണ്ടത്. ഇതിൽ കറുത്ത ചിത്രശലഭങ്ങളും നിശാശലഭങ്ങളും പാടില്ല. മറ്റുള്ള ഏതു തരത്തിലുള്ള ചിത്രശലഭത്തെ കണ്ടാലും അത് നിങ്ങളുടെ ഭവനത്തിലേക്ക് ഭാഗ്യവും ഉയർച്ചകളുമൊക്കെ എത്തുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. പ്രത്യേകിച്ച് ആ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവും അവരുടെ ജോലി കാര്യങ്ങളുമൊക്കെ ഏറ്റവും ഭംഗിയായി നടക്കുമെന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ മക്കളെ ചൊല്ലി നിങ്ങൾ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉടനെ തന്നെ ഒരു പരിഹാരമെന്നോണം ചില ഉയർച്ചകൾ നിങ്ങളുടെ ഭവനങ്ങളിൽ സംഭവിക്കുമെന്നുള്ളത് അച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ ചിത്രശലഭങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കറുത്ത ചിത്രശലഭങ്ങളോ നിശാശലഭങ്ങളോ ആണ് വരുന്നതെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിസ്സാരമാക്കാതെ വേണ്ട പരിഹാരങ്ങൾ ഉടനെ തന്നെ ചെയ്യുവാനും പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കുക. കാരണം പ്രകൃതി തരുന്ന ഒരു സൂചനകളും വെറുതെയല്ല. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.